രാജ്യത്ത് മയക്കുമരുന്ന് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട് ദേശീയ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയും ആഭ്യന്തര മന്ത്രാലയവും പുറത്തുവിട്ട വിവരങ്ങൾ തമ്മിൽ വലിയ പൊരുത്തക്കേടുണ്ടെന്ന് ആരോപണമുയർന്നിരിക്കുന്നു. ഈ പൊരുത്തക്കേട് ചെറിയ നിലയിലൊന്നുമല്ല. 5 ലക്ഷം കോടി രൂപയുടെ ഹെറോയിനാണ് രേഖകളിൽ നിന്ന് കാണാതായിരിക്കുന്നത്. ഇതൊരു സാധാരണ വിഷയം അല്ലാതായി മാറുന്നതിന് ചില കാരണങ്ങളുണ്ട്. പ്രധാനപ്പെട്ട വിഷയം ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അമിത് ഷായാണ്. രണ്ടാമത്തേത്, രാജ്യത്തേക്ക് മയക്കുമരുന്ന് കടന്നുവരുന്ന പ്രധാന കവാടം അദാനിയുടെ തുറമുഖങ്ങളാണെന്നതും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ അളവിൽ മയക്കുമരുന്ന് കടത്തുന്നത് അദാനിയുടെ സ്വന്തം പോർട്ടായ മുണ്ട്ര പോർട്ട് വഴിയാണ് എന്നതുമാണ് ഒരു വസ്തുത. 2021-22 കാലയളവിൽ അദാനി പോർട്ട് വഴി കടത്തിയ മയക്കുമരുന്നിന്റെ അളവ് 2899 കിലോഗ്രാമാണ്. അതായത് 21,000 കോടി രൂപയുടെ മയക്കുമരുന്നാണ് അദാനി പോർട്ട് വഴി ഈ കാലയളവിൽ കടത്താൻ ശ്രമിച്ചത്. പിന്നീട് 9,000 കോടി രൂപയുടെ മയക്കുമരുന്നും ഇതേ പോർട്ടിൽ നിന്ന് പിടികൂടി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത, ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഓഫീസുകളിൽ അടിക്കടി ഉണ്ടാകുന്ന തീപിടുത്തത്തെക്കുറിച്ചുള്ള വാർത്തകളും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഇക്കഴിഞ്ഞ 16-ാം തീയതി 13 മിനിറ്റ് നീണ്ടുനിന്ന തീപിടുത്തം ആഭ്യന്തര മന്ത്രാലയത്തിലെ റൂം നമ്പർ 209 ഉണ്ടായെന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. ഏതാനും ചില കമ്പ്യൂട്ടറുകളും ചില രേഖകളും ഒക്കെ കത്തി നശിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. അതിനിടയിൽ പുറത്തുവരുന്ന മറ്റു ചില വാർത്തകൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദാനി കമ്പനികൾക്ക് സെബി നോട്ടീസ് അയക്കുന്നു. അദാനി കമ്പനികൾ തുടർച്ചയായി ഓഹരി വിപണികളിൽ ഇടിവ് നേരിടുന്നു. അങ്ങനെ ചില മാറ്റങ്ങൾ നിലവിലെ സാഹചര്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അദാനി ഗ്രീൻ തൊട്ട് അദാനി പോർട്ട് വരെയുള്ള 7ഓളം കമ്പനികളുടെ ഓഹരി വിലയിലാണ് വൻ ഇടിവുണ്ടാകുന്നത്. സെബി നോട്ടീസ് അയച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഓഹരി വിപണികളിൽ ഇടിവുണ്ടായത്. ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അദാനിക്കെതിരായ അന്വേഷണങ്ങളിൽ ബോധപൂർവമായ കാലതാമസം വരുത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇത്തരത്തിൽ നോട്ടീസ് അയച്ചതിൽ ചില രാഷ്ട്രീയ സൂചനകൾ കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ 3-ാം ഘട്ടം പിന്നിട്ടപ്പോൾ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആത്മവിശ്വാസം BJPക്ക് ഇല്ല എന്നതുകൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. രവീഷ് കുമാർ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ മാത്രമല്ല, പ്രശസ്ത സെഫോളജിസ്റ്റ് യോഗേന്ദ്ര യാദവ് ഉൾപ്പെടെയുള്ള മനുഷ്യർ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ആശങ്ക പങ്കുവെച്ചു തുടങ്ങിയിരിക്കുന്നു. വോട്ടെടുപ്പിന്റെ ശതമാനക്കണക്ക് പുറത്തുവിടാൻ ദിവസങ്ങൾ എടുക്കുന്നതിന് പിന്നിൽ അട്ടിമറി സാധ്യത ഉണ്ടെന്നാണ് ആരോപണം. തെരഞ്ഞെടുപ്പ് അവസാനിച്ചാൽ 1 മണിക്കൂർ കൊണ്ട് പ്രിസൈഡിംഗ് ഓഫീസർക്ക് അന്തിമ കണക്ക് തയ്യാറാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കാം എന്നിരിക്കെ ഇത് പുറത്തുവിടാൻ 5-6 ദിവസങ്ങൾ എടുക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഉയരുന്ന സംശയം. അമിത് ഷാ മത്സരിക്കുന്ന ഗാന്ധിനഗർ മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ താമരയുടെ ചിഹ്നം മോൾഡ് ചെയ്ത പേനയുമായി ഇരിക്കുന്നത് നഗ്നമായ ചട്ടലംഘനമാണെന്നിരിക്കെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനൊക്കെ നേരെ കണ്ണടയ്ക്കുകയാണ്.